കൃഷ്ണകാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയൻ്റെ ഓരോ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് നവീൻ ചോദിക്കണേ, എൻ്റെ കൂടെ വരുന്ന എല്ലാവരും എന്താടോ ഇങ്ങനെയായി പോകുന്നത്? അയാളുടെ കാര്യം വിട്ടേക്ക് സാറേ, അയാൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു വിട്ടട്ടെ. സാർ വാ, നമുക്ക് ഗാഥാ മാഡം സ്കെച്ച് വരച്ച് കഴിഞ്ഞൊന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി അകത്തേക്ക് കയറുവാണ്. ഈ സമയം കൃഷ്ണയാണെങ്കിൽ അവിടെ പടമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ പ്ലാനൊക്കെ പൂർത്തിയാക്കി കൃഷ്ണ ചാർട്ടും മടക്കി അവിടെ നിന്ന് എണീക്കുന്നത് ജനലിൽ കൂടി നിൽക്കുന്ന ഗാഥ കാണുക. ഇവൾ എത്ര പെട്ടെന്ന് വരച്ചു കഴിഞ്ഞോ? ഇവൾക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്തെങ്കിലുമൊക്കെ കുത്തിയും വരച്ചിട്ടതായിരിക്കും മിക്കവാറും. ഇവൾക്ക് നവീൻ്റെ വായിലിരിക്കണ കേൾക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ഇവളിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ എൻ്റെ പേര് തന്നെയാണല്ലോ ചീത്താവുന്നത്. അതോർക്കുമ്പോൾ എനിക്കൊരു വിഷമം. അങ്ങനെ പറഞ്ഞ ഗാഥ കൃഷ്ണക്കുളക്ക് കിട്ടുന്നത് കേൾക്കാനായിട്ട് അവിടെ തന്നെ കാതോർത്ത് നിൽക്കുവാണ്. ഈ സമയം കൃഷ്ണയാണെങ്കിൽ ആ പ്ലാനുമായിട്ട് നേരെ നവീൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. നവീൻ അങ്ങനെ ആ പ്ലാൻ നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു പോകുവാണ്. എന്നിട്ടത് അമ്മേനെയും കാണിച്ചു കൊടുക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്തോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കാണുന്നതും ഗാഥ പറയണേ, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. മിക്കവാറും അവൾക്ക് ഇപ്പം തന്നെ കിട്ടും എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ഗാഥ. ഈ സമയം നവീൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അമ്മയ്ക്ക് പ്ലാൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഈ സമയം അമ്മ പറയണേ, സത്യം പറയാലോ നവീൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചതേ ഇല്ല. സൂപ്പറായിട്ടുണ്ട്. ഇത്ര നന്നായിട്ട് മറ്റാർക്കും വരക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. എല്ലാം മനസ്സിൽ കണ്ട് വരച്ചതുപോലെ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാത്തിലും പ്രകൃതിയോട് ഇണങ്ങിയ രീതിയിൽ തന്നെയുള്ള ഒരു പ്ലാൻ. ഒത്തിരി ഇഷ്ടപ്പെട്ടു നവീൻ. അന്നേരം കൃഷ്ണയെ അവരമ്മ ഒത്തിരി പുകഴ്ത്തുന്നുണ്ട്. മോളുടെ കഴിവ് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ തന്നെ ഇത്ര മനോഹരമായിട്ട് മോളി പ്ലാൻ പൂർത്തിയാക്കിയില്ലേ? നവീൻ്റെ ഭാഗ്യമാണ് മോള്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ വലിയ കഴിവൊന്നുമല്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം വരച്ചു. അതിന് ദൈവമായിട്ട് തന്നെയാണ് ഈ ഒരു ആശയം എൻ്റെ മനസ്സിൽ തോന്നിയത്. പിന്നെ നവീനും എനിക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് എല്ലാം തന്നിട്ടുണ്ടായല്ലോ. അതൊക്കെ അനുസരിച്ച് പിന്നെ ദൈവം കാണിച്ചെന്ന രീതിയിൽ ഞാനങ്ങ് വരച്ചു, അത്രേ ഉള്ളൂ. ഈ സമയം അമ്മ പറയണേ, ഇത്രയൊക്കെ ആയിട്ടും മോളുടെ അഭിനയം ഉണ്ടല്ലോ, അത് തന്നെയാണ് മോളുടെ ഏറ്റവും വലിയ ഭംഗി. നിങ്ങൾ രണ്ടാളും കൂടി ഞങ്ങളുടെ ഈ ആശ്രമത്തിലേക്ക് വന്നു. ഇപ്പോൾ നവീനെ പോലെ ഗാഥമോളും ഞങ്ങളുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. രണ്ടുപേർക്കും കുറേ നാൾ ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അങ്ങനെ ഇതെല്ലാം കേട്ട് ഗാഥക്കാണെങ്കിൽ ദേഷ്യം വന്ന് അവിടെ നിന്നും പോകാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ കാറിൻ്റെ അരികിലെത്തി ഡോറ് തുറന്ന് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഗാഥ പറയണേ, അങ്ങനെ ഞാനിവിടെ അവൾ ഒറ്റക്കാക്കിയിട്ട് പോകുന്നത് ശരിയല്ല. ആദ്യം അവളെ പറഞ്ഞു വിടണം, എന്നിട്ട് വേണം എനിക്ക് പോകാൻ. അങ്ങനെ പറഞ്ഞ് ഗാഥ വീണ്ടും അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. ഈ സമയം ഉദയം ഗാഥേനെ കാണുക. എൻ്റെ മോളെ, നിന്നെ അവസാനം ഒന്ന് കിട്ടിയല്ലോ. അങ്ങനെ പറഞ്ഞ് ഗാഥയുടെ പിന്നാലെ വെച്ച് പിടിക്കുവാണ്ട് ഉദയൻ. ഈ സമയം തിരിഞ്ഞു നോക്കുന്ന ഗാഥ ഉദയം വരുന്നത് കാണുക. അങ്ങനെ വേഗം തന്നെ അവിടെ ആശ്രമത്തിലുള്ളൊരു മുറിയിലേക്ക് ഓടിക്കയറുക. അന്നേരം ഉദയൻ ആ മുറിയുടെ പുറത്തിരുന്നിട്ട് പറയണേ, ഒരു ഗാഥ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി മറ്റവളെവിടെ? അവളെയും കൂടി നോക്കണമല്ലോ എന്നും പറഞ്ഞ് ഈ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോഴാണ് കേട്ടോ ജനലിൽ കൂടി അവിടെ നിൽക്കുന്ന കൃഷ്ണനെ കാണുന്നത്. ഈ സമയം കൃഷ്ണയെ പെട്ടെന്ന് ഉദയനെ കാണുന്നുണ്ട്. ഷടാ, ഇയാളെന്നെ വിടാതെ പിന്തുടരുവാണല്ലോ, പിടി കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ വേഗം തന്നെ കാത കയറിയ റൂമുണ്ടല്ലോ ആ റൂമിലേക്ക് തന്നെ കയറി പോകുക. അന്നേരം ഇത് കാണുന്നതും ഉദയന് സന്തോഷമാകുക. അത് ശരി, അപ്പോൾ ഇപ്പോൾ 2 കാത് ഒരു റൂമിലുണ്ട്. ഇനി എനിക്ക് ഒച്ച വെച്ച് നവീനെ വിളിച്ചു വരുത്തി ഇവളുമാരെ രണ്ടുപേരെയും കൈയോടെ പിടികൂടിയാൽ മതി. 2 കാതേനെയും കൂടി പിടികൂടിയാലുണ്ടല്ലോ നവീൻ്റെ മുമ്പിൽ പിന്നെ അവളുമാരുടെ അഭിനയം എല്ലാം തീരും. നവീൻ പിന്നെ ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കും. അവനെ പറ്റിച്ച് രണ്ടിനെയും അവൻ അടിച്ച് പുറത്താക്കും. ഇക്കാര്യം നിർമ്മല അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എനിക്ക് ഉദയേട്ടാ എന്ന് വിളിച്ച് അവളെൻ്റെ പിന്നാലെ നടക്കും. പിന്നെ ആ വീട്ടിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം. പിന്നെ എനിക്ക് രാജയോഗമാണ് മോളെ, രാജയോഗം എന്നും പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി നിൽക്കുവാണത്. അന്നേരം ഗാഥകൃഷ്ണനോട് ചോദിക്കണേ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നമ്മൾ രണ്ടാളും ഒരു സ്ഥലത്തായില്ലേ? ആരെങ്കിലും നമ്മൾ ഒരുമിച്ച് കണ്ടാൽ പിന്നെ എല്ലാം തീർന്നില്ലേ? ഓട് പൊളിച്ചോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നീ ഇപ്പം ഇവിടുന്ന് പൊക്കോണം. ഈ സമയം അവരുടെ സംസാരമെല്ലാം പുറത്തു നിന്ന് ഉദയ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കൃഷ്ണ പറയണേണ്, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഗാഥ വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പൊക്കോ, ഞാൻ വേറെ എന്തെങ്കിലും രീതിയിലൂടെ ഇരുന്ന് രക്ഷപ്പെട്ടോളാം. അത് ശരി, അപ്പോൾ നിനക്ക് എന്നെ പറഞ്ഞുവിടാനാണ് തിടുക്കോയില്ലേ? എന്നിട്ട് വേണം നിനക്ക് നവീനൊപ്പം നിന്നെ കൊഞ്ചിക്ക് കഴിയാൻ അല്ലേടി? ഞാനും അപ്പം തന്നെ പോകും ഗാഥ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. ഒരു കാര്യം ചെയ് ഗാഥ, ഇവിടെ ഇരിക്കുന്ന ഈ സന്യാസിനിമാരുടെ ഡ്രസ്സ് കണ്ടോ, അതെടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോഴാണെങ്കിൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ലല്ലോ. ഇത് വേണമെങ്കിൽ നീ ഉടുത്തിട്ട് ഇവിടെ നിന്ന് പൊക്കോ, എനിക്കിതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഞാനേ നവീൻ്റെ അരികിലേക്ക് പൊക്കോളാം. ഗാഥ ഇപ്പം നവീൻ്റെ അരികിലേക്ക് പോകാനോ? നവീൻ എന്നെ ഈ വേഷത്തിലല്ലേ കണ്ടിരിക്കുന്നത്. അവ പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് മാറിയാൽ നവീന് സംശയം ഉണ്ടാവില്ലേ? അന്നേരം കൃഷ്ണ പറഞ്ഞേ, മാത്രമല്ല ഗാഥയുടെ ഡ്രസ്സിൽ ജ്യൂസ് വീണമെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പം പിന്നെ വീണ്ടും ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ നവീന് സംശയം തോന്നില്ലേ? ഒരു കാര്യം ചെയ്യ്, നമുക്ക് 2 പേർക്കും ഈ ഡ്രസ്സ് തന്നെ ഇടാം. അങ്ങനെ ഈ വേഷത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ആർക്കും മനസ്സിലാവില്ല സന്യാസിമാരാണെന്നല്ലേ വിചാരിക്കൂ. ആ സമയം കിട്ടുന്ന ഗ്യാപ്പിൽ ആർക്കാണോ ആദ്യം രക്ഷപ്പെടാൻ അവസരം കിട്ടുന്നത് അവരിവിടുന്ന് പോകാം. എന്തു പറയുന്നു ഗാഥ?
ഗാഥക്കാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് തീരെ ഇഷ്ടപ്പെടാത്ത പോലെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഈ സമയം പുറത്ത് നിൽക്കുന്ന ഉദയം പറഞ്ഞേ, ഓഹോ അത് ശരി, അപ്പോൾ അതാണല്ലേ നിൻ്റെയൊക്കെ പ്ലാൻ. വാടി, നീ പുറത്തേക്ക് വാ, നിന്നെ ഞാൻ കയ്യോടെ പിടിക്കുന്നുണ്ട്. ഈ സമയം ആരോ ഒരാൾ പുറത്തേക്ക് വരുന്ന വെച്ചേക്കുവാണ്. അന്നേരം ഉദയം പറയണേ, ഒരു കഥ വരുന്നുണ്ട്, അവളെ ഇപ്പം തന്നെ കയ്യോടെ പിടിക്കാം. അങ്ങനെ പറഞ്ഞ് ഉദയനോട് വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയം അവിടെ ആശ്രമത്തിൽ ഒരു സന്യാസിന് തന്നെയായിരിക്കോട്ടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അന്നേരം ഗാഥ വേഷം മാറി വന്നതാണെന്ന് വിചാരിച്ച് ആ സന്യാസിനെ കയറി പിടിക്കുവാണ്. ഈ സമയം അവർ എന്നെ വിടടോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം അവിടെയുള്ള 2-3 ആണുങ്ങളും മറ്റു സന്യാസിനിമാരെയൊക്കെ ഓടിക്കൂടുന്നുണ്ട്. ഈ സമയം ആൾ മാറിപ്പോയിന്ന് ഉദയനെ മനസ്സിലാകുക. അയ്യോ സോറി, ഞാൻ ഇവരെ പിടിക്കാനല്ല ഉദ്ദേശിച്ചത്, വേറെ 2 പേരെ പിടിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരി, നീ അപ്പോൾ പിടിക്കാൻ തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇവരെ വെറുതെ വിടരുത്, തല്ലി ഓടിക്കട എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഉദയൻ അവിടെ നിന്ന് തല്ലിച്ചതക്കുവാണ്. അങ്ങനെ അടിച്ചൊതുക്കി പുറത്തേക്ക് കൊണ്ടുവന്ന് ചവിട്ടി കൂട്ടുവാണ്ടോ ഉദയനെ അവരെല്ലാവരും കൂടി ചേർന്ന്. അന്നേരം കൃഷ്ണ പറയണേ, ഗാഥ ഇപ്പം എന്താണെങ്കിലും ഇവിടെ നടക്കുന്ന ബഹളമാണ്, ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാം. ഗാഥ വേഗം ചെല്ലും. അയ്യോ സമയം കളയാതെ ചെല്ല്, ഞാനും പോകുവാണ്. ഇതേ സമയം ഉദയനെ ആൾക്കാരെല്ലാവരും കൂടി വളഞ്ഞിട്ട് തല്ലുന്നത് കാണുവാണ്ടോ നവീനും മാണിക്കുഞ്ഞും കൂടി. അല്ല ദേ അമ്മാവനല്ലേ എല്ലാവരും കൂടി തല്ലുന്നത്? ആ എൻ്റെ സാറിൻ്റെ അമ്മാവനാണെന്നൊന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നേക്കല്ലേ, ആകെ നാണം കെടുത്തും. എന്തോ ഒരു ഉടായ്പ അങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ, അതാണ് എല്ലാവരും കൂടി ചേർന്ന് വളഞ്ഞിട്ട് തല്ലുന്നത്. അയാൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. ഈ സമയം ഉദയനാണെങ്കിൽ അവരുടെ തല്ലൊക്കെ കൊണ്ട് അവശനായിട്ട് ഇനിയും തല്ല് മേടിക്കാതിരിക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുവാണ് കേട്ടോ. ഈ സമയം ഉദയം പറയണേ, ഞാൻ എപ്പോഴൊക്കെ അവളന്മാരുടെ കള്ളക്കളി വിളിക്കാൻ നോക്കിയാലും എൻ്റെ ഗതി ഇതാണല്ലോ, നാട്ടുകാരുടെ തല്ലുകൂട്ടി ചാവാനാണ് എൻ്റെ വിധി എന്നും പറഞ്ഞ് ഉദയം ജീവനും കൊണ്ട് ഓടുവാണ്. ഈ സമയം നവീനും മാണിക്കുഞ്ഞും അകത്തേക്ക് വരുവാണ്. അന്നേരം കൃഷ്ണയെ നോക്കി അവിടെ ഇവിടെ നടക്കുവാണ് കേട്ടോ മോളിക്കുട്ടിയും നവീനും മാണിക്കുഞ്ഞും നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ഗാഥയാണെങ്കിൽ പോകാതെ വീണ്ടും അവിടെ നിൽക്കുക. അത് കാണുമ്പോൾ കൃഷ്ണ ചോദിക്കണേ, ഗാഥ ഇതുവരെ പോയില്ലേ, വേഗം പൊക്കോ എന്ന് പറഞ്ഞ് കൃഷ്ണയും പെട്ടെന്ന് തിരിഞ്ഞ് അകത്തേക്ക് നടക്കുമ്പോൾ കൃഷ്ണ നേരെ ചെന്നുവിടുന്നത് നവീൻ്റെ മുമ്പിലേക്കായിരിക്കും കേട്ടോ. ഈ സമയം നവീനും കൃഷ്ണയും മാണിക്കുഞ്ഞും കൂടി കണ്ടുമുട്ടുന്നത് മോളിക്കുട്ടിയും കാണുക. അയ്യോ അവൾ നവീൻ്റെ മുമ്പിൽ പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി മോളിക്കുട്ടി അവിടെ നിൽക്കുവാണ്. ഈ സമയം ജനലിൻ്റെ അവിടെ നിന്ന് മറഞ്ഞു നോക്കി ഗാഥയും അവിടെ നിൽക്കുന്നുണ്ടാകും കേട്ടോ. അന്നേരം നവീൻ പറയണേ, എൻ്റെ തല ആരുടെ മുമ്പിൽ താഴെ താൻ രക്ഷിച്ചില്ലേ, അതിന് ഞാൻ തനിക്കൊരു സമ്മാനം തരണ്ടേ, എൻ്റെ സമ്മാനം ഇതാണ് എന്നും പറഞ്ഞ് അപ്പം തന്നെ കൃഷ്ണയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുവാട്ടോ നവീൻ. ഈ കാഴ്ച കണ്ട് ഞെട്ടിലോടുകൂടി നിൽക്കുവാണ് ഗാഥ. അന്നേരം നാണത്തോടെ കൈകൊണ്ട് മുഖം മറിച്ച് മാണിക്കുഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കണ്ട് നാണത്തോടും ചമ്മലോടും കൂടി നിൽക്കുവാട്ടോ മോളിക്കുട്ടിയും. അങ്ങനെ ഈ കാഴ്ച സഹിക്കാനാവാതെ ഗാഥ അവിടെ നിന്ന് ചെടിച്ചട്ടിയുണ്ടല്ലോ ദേഷ്യം കൊണ്ട് തള്ളി താഴെടുവാണ്. അന്നേരം ഒച്ചകെട്ട് നവീൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ അവിടെ ഒരു ബഹളം? അത് ചെടിച്ചട്ടി എന്തോ താഴെ വീണതാന്ന് തോന്നുന്നു. അതൊന്നും കാര്യമൊക്കെ. ഈ സമയം ഒരു സന്യാസിനെ അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അതെ, അമ്മ വിളിക്കുന്നുണ്ട് നവീനെ. അന്നേരം നവീനും മാണിക്കുഞ്ഞും കൂടി അമ്മേനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ കൃഷ്ണ നേരെ ഗാഥയുടെ അരികിലേക്ക് ചെല്ലുമായിരിക്കും. ഗാഥ മതി, നിർത്ത്, ഞാൻ കണ്ടടിയെല്ലാം, നീ ആഗ്രഹിച്ച കാര്യമൊക്കെ നടന്നല്ലോ, നിനക്ക് സന്തോഷമില്ലേ, മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഗാഥ ദേഷ്യത്തിൽ കാറിക്കയറി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൃഷ്ണയെ അകത്തേക്ക് കയറുമ്പോൾ മോളിക്കുട്ടീനെ കാണുക. മോളിക്കുട്ടി വേഗം വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് മോളിക്കുട്ടീനെയും കൂട്ടി കൃഷ്ണ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം അമ്മ നവീനോട് ചോദിക്കണേ, അതെ നവീനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്, എപ്പോൾ നമുക്ക് ആശ്രമത്തിന് ഇവിടെ തുടങ്ങാൻ പറ്റും? അന്നേരം നവീൻ പറയണേ, എന്താണെങ്കിലും പ്ലാനൊക്കെ വരച്ച് പൂർത്തിയായല്ലോ, അധികം വൈകാതെ തന്നെ ഞാൻ ഡേറ്റ് വിളിച്ച് പറയാം, നാളെ തന്നെ ഞാൻ പറയാം എപ്പോഴാണ് തുടങ്ങുന്നതെന്ന്. എന്ന് ശരിയാമേ. അങ്ങനെ പറഞ്ഞ നവീൻ അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെയെല്ലാം ഗാഥയെ തിരക്കുവാണ്. അല്ല ഗാഥ ഇതെവിടെ പോയി, കാണുന്നില്ലല്ലോ. എൻ്റെ സാറേ, ഗാഥ മാഡം ശരിക്കും സാറിനോട് പിണക്കത്തിലായിരുന്നല്ലോ, പക്ഷേ സാറിനൊരു സഹായം വന്നപ്പോൾ മാഡം കൃത്യമായിട്ട് വന്ന് സഹായം നൽകി, അവിടെ നിന്ന് പോയി. ആ പിണക്കം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. അന്നേരം നവീൻ പറയണേ, എന്താണെങ്കിലും ഞാൻ നല്ല പ്രതീക്ഷയിലായിരുന്നു, ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിചാരിച്ചതാ, ഞാനൊന്ന് ഗാഥനെ വിളിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞ് നവീൻ ഗാഥനെ വിളിക്കുവാണ്. ഈ സമയം ഫോണിൽ നവീൻ്റെ കോള് കാണുന്നതും ഗാഥ ദേഷ്യത്തിൽ കട്ട് ചെയ്യുവാണ്. എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത്? സ്നേഹിക്കാനും പ്രേമിക്കാനും ചുംബിക്കാനും ഒക്കെ അവളുണ്ടല്ലോ, അവളെ തന്നെ വിളിക്ക് പോയി എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ ഗാഥ. അന്നേരം നവീൻ പറഞ്ഞേ, അയാൾ ഫോൺ എടുക്കുന്നില്ല. സാരമില്ല സാറേ, എന്നാണെങ്കിലും സാർ ഒരു കാര്യം ഉറപ്പിച്ചോ, എന്തൊക്കെ തന്നെ വഴക്കിട്ടാലുവേ ഗാഥ പടത്തിൻ്റെ മനസ്സിൽ മുഴുവൻ സാറിനോടൊരു പ്രണയമാണ്, അതുകൊണ്ടാണ് സാറിനൊരാവശ്യം വന്നപ്പോൾ സാറ് ആരുടെ മുമ്പിൽ നാണം കിടാതിരിക്കാനായിട്ട് മാഡം ഇവിടെ ഓടി വന്നതും സാറിന് സഹായം ചെയ്തതും. അതുകൊണ്ട് മാഡത്തിൻ്റെ കാര്യം ഓർത്ത് സാറിന് ടെൻഷനാക്കിയേ വേണ്ട. അങ്ങനെ പറഞ്ഞാൽ നവീൻ്റെ ഒപ്പം മാണിക്കുഞ്ഞ് അവിടെ നിന്നും പുറപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മോളിക്കുട്ടീനെ ഉണ്ടോ. അങ്ങനെ മോളിക്കുട്ടി വണ്ടിയൊക്കെ നിർത്തിയിട്ട് കൃഷ്ണയോട് ചോദിക്കണേ, അല്ല അതൊക്കെ ഇരിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നവീൻ തന്ന ഉമ്മ? ദേ ഇനൊന്ന് പോകുന്നുണ്ടോ?
എൻ്റെ കൃഷ്ണേ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ, ദൈവം നിന്നെ നവീനെയാ കൂട്ടിച്ചേർക്കാൻ നോക്കിയിരിക്കുന്നത്. നീ എത്ര അകന്നു പോയാലും ശരി, നിന്റെ നവീനുണ്ടല്ലോ നിന്നെ തേടി വന്നിരിക്കും. അങ്ങേര് നിന്നെ വിട്ടൊന്നും പോകാനായിട്ട് പോകുന്നില്ല. പരസ്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ കിട്ടിയില്ലേ നിനക്ക് നവീൻ്റെ കയ്യിൽ നിന്ന് ചുംബനം? എന്താ കവളിലൊക്കെ ഇപ്പോഴും തുടുപ്പ്? ആ ഒരു കാര്യം മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ? സത്യം പറ കൃഷ്ണേ, നവീൻ നിന്നെ ചുംബിച്ചപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? അന്നേരം കൃഷ്ണ നാണത്തോടു കൂടി പറയണേ, സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി. ഇത്തവണത്തെ എൻ്റെ പിറന്നാൾ ഒത്തിരി സ്പെഷ്യലായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് കിട്ടി. ഇപ്പോൾ നവീൻ്റെ സമ്മാനം കൂടി ആയതോടെ എൻ്റെ പുറത്തിലേക്കൊരു ഇരട്ടി മധുരം കിട്ടിയ പോലെയാണ്. മനസ്സ് നിറഞ്ഞു. അതെ, നീ ചെന്ന് ഈ കാര്യം ഇനി വീട്ടിലൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. അവിടെ അച്ഛൻ ഈ കാര്യമൊന്നും അറിയാത്തതാ. അന്നേരം മോൾക്കുട്ടി പറയണേ, അതൊക്കെ എനിക്കറിഞ്ഞൂടെ, ഇവിടെ എന്ത് പറയണം എന്ത് പറയണ്ടെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. എന്താണെങ്കിലും നീ ഹാപ്പി ആയല്ലോ, എനിക്കത് മതി. അങ്ങനെ പറഞ്ഞ് മോൾക്കുട്ടി വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗാഥ വീട്ടിൽ തിരിച്ചെത്താത്ത കാരണം ടെൻഷനിലിരിക്കുന്ന സിതാരേനെയാണ്. ഗാഥ ഇതുവരെ എത്തിയില്ലല്ലോ. എനിക്ക് കുറച്ച് തിരക്ക് കൂടിയത് കാരണോ, അല്ലെങ്കിൽ ഞാൻ അവൾ ഒറ്റ സേവാശ്രമത്തിലേക്ക് വിടില്ലായിരുന്നു. ഇതിപ്പോൾ എന്താ അവൾ എത്താത്തത്? അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്ടോ സിതാര. ഈ സമയത്തായിരിക്കും ഗാഥ കാറിൽ അവിടെ ഇറങ്ങുന്നത്. അന്നേരം കാറിൻ്റെ വെച്ച് കേൾക്കുന്നതും സിലി പറയണേ, ദേ ഗാഥ മാഡം വന്നു എന്ന് തോന്നുന്നു. ഈ സമയം ഗാഥയാണെങ്കിൽ ആകെ ഭ്രാന്തളക്കി കാലത്തുള്ളി അകത്തേക്ക് കയറി വരുമായിരിക്കും. എന്തുപറ്റി? എന്താ ഇത്ര ലേറ്റ് ആയത്? സേവാശ്രമത്തിൽ അമ്മമാരെ തന്നെ വിട്ടില്ലേ? അന്നേരം ഗാഥ ദേഷ്യത്തിൽ പറയണേ, എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്താ പറ്റിയത്? അന്നേരം ഗാഥ പറയുക, ഞാൻ എവിടെ പോയാലും ഒഴിയാബാദിനെ പോലെ ആ കൃഷ്ണ അവിടെ വന്ന് കയറുമല്ലോ. കൃഷ്ണ അവിടെ വന്നെന്നോ? ആ, അവൾ മാത്രമല്ല നവീനും ഉണ്ടായിരുന്നു. കൃഷ്ണയും നവീനും ഒക്കെ എങ്ങനെ അവിടെ എത്തിയത്? അവളവളുടെ പിറന്നാൾ അനാഥാലയത്തിൻ്റെ കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാനാണ് വന്നത് പോലും. നവീൻ അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ വന്നു. എന്നിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടായെന്നറിയോ? എന്താ സംഭവിച്ചത്? നീ കാര്യം പറകാതാ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണല്ലോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഗാഥ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. എൻ്റെ കൺമുമ്പിൽ വെച്ചാൽ നവീൻ അവളെ കയറി ഉമ്മ വെച്ചത്. അത് കണ്ട് ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കേണ്ടി വന്നു എനിക്ക്. ഇതാദ്യമായിട്ടൊന്നും അല്ല സംഭവിക്കുന്നത്, പലതവണ ഈ കാഴ്ചൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കേണ്ടത് മമ്മി? നവീൻ എൻ്റെ ഭർത്താവല്ലേ, അവൾക്ക് നവീൻ്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനമുള്ളത്? വെറും ഒരു വാടകക്കാർ മാത്രമല്ലേ അവൾ? എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മമ്മി എന്നും പറഞ്ഞ് ഭ്രാന്തളകി ഗാഥ റൂമിലേക്ക് പോകുവാണ്ടോ. ഈ സമയം സിതാര പറയണേ, ഈശ്വര എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അന്നേരം സിനി പറയണേ, മാം ഇങ്ങനെയൊക്കെ തുടർച്ചയായി സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്നല്ലേ പറയാൻ പറ്റൂ. അന്നേരം സിതാര പറയണേ, ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല, ആരെ കുറ്റപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല, തലക്കാകെ ഭ്രാന്ത് പിടിക്കുവാണ്, മനസമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ സിതാര. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രമേയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്